നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് വിദഗ്ധ ചികിത്സ ശുപാർശ ചെയ്ത് വനം വകുപ്പ്. ആനയുടെ കാലിൽ നീര് രൂപപ്പെടുകയും പാദം കുത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് വനം വകുപ്പിന്റെ നടപടി. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 10.22 കോടി വരവും 9.30 രൂപ ചിലവും 92,38,395 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് വിദഗ്ധ ചികിത്സ ശുപാർശ ചെയ്ത് വനംവകുപ്പ്. ആനയുടെ കാലിൽ നീര് രൂപപ്പെടുകയും പാദം കുത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് വനംവകുപ്പിന്റെ നടപടി. കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ ആന വേദനയുള്ള കാൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ആനകൾക്കൊപ്പം നടക്കുകയും തീറ്റയെടുക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞണ്ടൻകുന്ന് സ്വകാര്യ ഹോട്ടലിന് സമീപം കൊമ്പൻ പുഴ കടന്നെത്തിയിരുന്നു. പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ ഏറെ നേരം ചെലവിട്ട ശേഷം പുഴ കടന്ന് ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. മയക്കുവെടി നൽകി ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ നിലപാട്. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് പ്രവചനം. മലയോര മേഖലകളിൽ ഒഴികെ നാളെ വരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയായേക്കും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. മാള ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 10.22 കോടി വരവും 9.30 കോടി ചിലവും 92,38,395 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അവതരിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് ലഭ്യമായ വിഭവ സ്രോതസ്സുകൾ താഴെ പറയുന്ന പ്രകാരമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസന ഫണ്ട്. അത് ജനറൽ വിഭാഗത്തിന് 2,65,36,000 രൂപയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. SC വിഭാഗം വികസന ഫണ്ട് 1,49,63,000 രൂപയും ധനകാര്യ കമ്മീഷന്റെ ബേസിക് ഗ്രാന്റ് ഇനത്തിൽ 37,72,000 രൂപയും ധനകാര്യ കമ്മീഷന്റെ ടൈഡ് മേഖലയിലുള്ള ഫണ്ട് ഇനത്തിൽ 56,58,000 രൂപയും നമ്മുടെ ഘടകസ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസ് എന്ന നിലയിൽ മെയിൻ്റനൻസ് ഗ്രാൻഡായി 2,07,44,000 രൂപയും ഓൺ ഫണ്ട് ഇനത്തിൽ 26 ലക്ഷം രൂപയും അതോടുൾപ്പെടെ നമ്മുടെ PMAY ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നമ്മൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതം എന്ന നിലയിൽ 1,50,00,000 രൂപ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് രേഖാ ഷാൻഡി അധ്യക്ഷത വഹിച്ചു. ഉൽപാദന മേഖലയിൽ 1.3 കോടി രൂപയും സേവന മേഖലയ്ക്ക് 5.1 കോടി രൂപയും പശ്ചാത്തല മേഖലയിൽ 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സന്നിഹിതരായിരുന്നു. മാള BRCയുടെ നേതൃത്വത്തിൽ മാള ബ്ലോക്ക് തല പഠനോത്സവം സംഘടിപ്പിച്ചു. മാള മോഡൽ LP സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. മനോഹരമായ പഠനോത്സവത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ കവിതകളായും കഥകളായും ചിത്രങ്ങളായും ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം വേദികളിലൂടെയാണ് മക്കളുടെ നല്ല കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. മാള BPC ഡോക്ടർ P. ലിജു പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക PA വിൻസി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, P.
PV വിനോദ്, ഡെയ്സി തോമസ്, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ എന്നിവർ സംസാരിച്ചു. മാള ചാലിലേക്കുള്ള ഉപ്പുവെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ കഴിയാത്ത മാള പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മാള പഞ്ചായത്തായാലും സമയബന്ധിതമായി ചെയ്യുന്നില്ല എന്നുള്ള പരാതി നമുക്ക് വേണമെങ്കിൽ തടയണ കെട്ടാത്ത കാര്യത്തെക്കുറിച്ച് പറയാം. പക്ഷെ ഇതിനൊരു ശാശ്വത പരിഹാരം സ്ഥിരമായി ബണ്ട് നിർമ്മിക്കുക, അതിന് സൂയിസ് വാൽവ് നിർമ്മിച്ച് കൃത്യമായി ജലക്രമീകരണം നടത്താനായിട്ട് രാജ്യത്തെ എത്രയോ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ ഏലമാവ് റെഗുലേറ്റർ പോലെയുള്ള അതുപോലെയുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള പല റെഗുലേറ്ററുകളും നോക്കി നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി മെക്കാനിക്കലി ഈ ശുദ്ധജലത്തിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനും കടൽവെള്ളം കടന്നു വരാതിരിക്കാനുമുള്ള കൃത്യമായിട്ടുള്ള കൺട്രോൾ നടത്തുന്ന സംവിധാനം നമുക്ക് ഏർപ്പെടുത്താനായിട്ട് സ്ഥിര സംവിധാനം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. മാള മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, PD ജോസ്, ജോഷി കാഞ്ഞുത്തറ, സോയി കോലഞ്ചേരി, ജിയോ കൊടിയൻ, മറ്റു കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. രാവിലെ ആരംഭിച്ച സമരം വൈകിട്ട് സമാപിക്കും. കടൽ രാജ്യത്തിന്റെ സമ്പത്താണെന്നും അശാസ്ത്രീയമായ കടൽ മണൽ ഖനനം അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ച് CPMന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിലെ 6 തീരദേശ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. എറിയാട് ചന്തയിൽ നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. MK മുഹമ്മദ് അധ്യക്ഷനായി. KA ഹസ്ഫൽ, MK സിദ്ദിഖ്, പെരിഞ്ഞനം താടിവളവിൽ ഏരിയ കമ്മിറ്റി അംഗം PK രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. TK രാജു, CK ഗിരിജ, PA സുധീർ എന്നിവർ സംസാരിച്ചു. കൂളിമുട്ട സെന്ററിൽ ഏരിയ കമ്മിറ്റി അംഗം KK അബീദ് അലി ഉദ്ഘാടനം ചെയ്തു. EG സുരേന്ദ്രൻ അധ്യക്ഷനായി. PH നിയാസ്, CS രവീന്ദ്രൻ, PH അമീർ, RK ബേബി എന്നിവർ പങ്കെടുത്തു. അഞ്ചങ്ങാടി ജംഗ്ഷനിൽ ഏരിയ കമ്മിറ്റി അംഗം KP രാജൻ ഉദ്ഘാടനം ചെയ്തു. TN ഹനോയ്, AS സിദ്ധാർത്ഥൻ, MS മോഹനൻ, AP ജയൻ എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് കാര സെന്ററിൽ ഷീജ ബാബു ഉദ്ഘാടനം ചെയ്തു. CA ഷഫീർ, VH റിസ്വാൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് പുത്തൻപള്ളി സെന്ററിൽ ഏരിയ കമ്മിറ്റി അംഗം KR ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. KS സതീഷ് കുമാർ, KM മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് വിദഗ്ധ ചികിത്സ ശുപാർശ ചെയ്ത് വനം വകുപ്പ്. ആനയുടെ കാലിൽ നീര് രൂപപ്പെടുകയും പാദം കുത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് വനം വകുപ്പിന്റെ നടപടി. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 10.22 കോടി വരവും 9.30 രൂപ ചിലവും 92,38,395 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അവതരിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.